നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് കവർ ഇതുപോലെ അങ്ങ് അടച്ചു വെക്കുക കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ കറിവേപ്പിന്റെ തളിർപ്പ് വന്ന് കറിവേപ്പ് നല്ലൊരു മരമായിട്ട് തന്നെ വീട്ടിൽ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാം. അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലും അതുപോലെ പല രീതിയിലും ഞാൻ കറിവേപ്പ് ചെടി നടാറുണ്ട് കേട്ടോ. നന്നായിട്ട് ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഒരു സമയത്ത് നട്ട് മടുത്തിട്ടുള്ളൊരു കാര്യമായിരുന്നു നമ്മുടെ കറിവേപ്പ് ചെടി നടുന്നത്. കാരണം എത്ര നട്ടാലും റെഡി ആവാറില്ല. പല രീതിയിലും ശ്രമിച്ചതായിരുന്നു. പക്ഷെ അത് നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ചെടിയാണ് മുരടിച്ചു പോകട്ടോ. ഇപ്പതാ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് കറിവേപ്പ് നല്ല മരമായിട്ട് വീട്ടിൽ വളർത്താനും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കിപ്പോൾ ഡെയിലി നമുക്ക് ആവശ്യമുള്ള കറിവേപ്പിൻ്റെ ഇല ഇതിന്ന് നമുക്ക് എടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാണ് കറിവേപ്പ് ചെടി വീട്ടിൽ സിമ്പിളായിട്ട് നടുന്നതെന്നും അതുപോലെ തന്നെ കറിവേപ്പിന് കൊടുക്കേണ്ട ചെറിയ ചെറിയ ശ്രദ്ധകൾ ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അതിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിതാ കറിവേപ്പിൻ്റെ ഇപ്പം ഇതുപോലെയൊക്കെ ആയിരിക്കും നമ്മൾ കറിവേപ്പിൻ്റെ ഇലകൾ ഇപ്പം നമ്മൾ കമ്പ് ഇങ്ങനെ ഒടിച്ചെടുക്കുകയാണെങ്കിൽ അല്ല നമ്മൾ കടയിൽ നിന്ന് ഇതുപോലെ ഒടിച്ച കറിവേപ്പിൻ്റെ ഇല ഇതുപോലെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പിൻ്റെ കമ്പിൽ നമുക്ക് വേര് വരുത്തുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. കാരണം പലർക്കും ഇപ്പോൾ വീട്ടിലൊരു കറിവേപ്പ് ചെടി നട്ട് വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് മാറാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ കടയിൽ നിന്ന് കമ്പോടെ വാങ്ങുക. ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പം അടുത്ത വീട്ടിൽ നിന്നോ ആരെങ്കിലും അറിയുന്നവരോ അങ്ങനെയൊക്കെ തരുന്ന സമയത്ത് ഇങ്ങനെ കമ്പ് ഒടിച്ചെടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു കമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. എളുപ്പമാണ്. ഇതിൻ്റെ ഇലകളൊക്കെ നമുക്കാണ്ട് ഊരിയെടുക്കുക. ഇല ഒന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടത് എന്ന് വെച്ചാൽ ഈ ഒരു കമ്പ് നല്ല വൃത്തിയായിട്ട് ഇപ്പം കമ്പ് എടുക്കുന്ന സമയത്ത് ഒരുപാട് മൂത്ത് വണ്ണുള്ള കമ്പ് എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇളം കമ്പ് എടുക്കാതിരിക്കുക. ഒരു മീഡിയം ഈ ഒരു ഇതിലുള്ള കമ്പുകൾ എടുക്കുക കേട്ടോ. കമ്പ് ഇതാ ഈ ഒരു നോഡിന്റെ അടിവശം നോക്കി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ വെച്ചിട്ടും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കമ്പ് മാത്രം മതി. അപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു 10-30 ദിവസം ആകുമ്പോഴേക്ക് തളിർപ്പില്ല വരും കേട്ടോ. എന്നിട്ട് പിന്നീട് നന്നായിട്ട് വേര് പിടിക്കാൻ കുറച്ച് ദിവസം പിടിക്കും. എന്നാലും പിന്നീട് നിങ്ങളത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നട്ട് വെക്കേണ്ടത് ഞാൻ കറക്റ്റായിട്ട് വീഡിയോ കാണിക്കാം. ഇനി എന്താ വേണ്ടത് എന്ന് വെച്ചാൽ നമുക്കൊരു പോട്ട് മിക്സ് റെഡിയാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇത് കമ്പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ സാധാ മണ്ണും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തതാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചട്ടി ചെറിയ ചട്ടി എടുക്കുക, ഒരുപാട് വലിയത് വേണ്ട. നമ്മൾ നട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ കുഞ്ഞു ചട്ടിയിൽ നട്ട് വേര് പിടിച്ച് ഒന്ന് തളിർപ്പൊക്കെ ഒന്ന് വന്ന് ഉഷാറായിട്ട് എന്തായാലും ഒരു 60 ദിവസം ആവും വേര് വരാൻ. അതുപോലെ തന്നെ ഒരു 90 ദിവസം ആയിട്ട് മാത്രം നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റി നടാട്ടോ. അപ്പം എന്തായാലും ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് പോട്ട് മിക്സ് ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതാ ഇതുപോലത്തെ ഒരു അലോവേരേൻ്റെ ചെറിയൊരു കഷ്ണം എടുക്കുക. അപ്പം അതിലേക്ക് നമ്മുടെ കമ്പിൻ്റെ ഇതുപോലെ ആ ഒരു ജെല്ല് നമ്മൾ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുന്ന ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് തേച്ചിട്ട് അല്ലെങ്കിൽ ഒരു കഷ്ണം അലോവേര എടുത്തിട്ട് അതിലേക്ക് ഈ കമ്പുകൾ രണ്ടും കുത്തി മണ്ണിലേക്ക് വെച്ച് കൊടുത്താലും മതി. എങ്ങനെയും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പം ഞാനിതാ ഇതുപോലെ 2 നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ കമ്പും നട്ടു വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം നന്നായിട്ടുണ്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നീട് നിങ്ങൾ ഈ ഒരു 3 മാസം വരെ നിങ്ങൾ ഒരു വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കിക്കോ. കാരണം ഞാൻ അങ്ങനെ ഒഴിച്ച് കൊടുക്കാറില്ല കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളത്തുള്ളികൾ ഉണ്ടാവും, ഈർപ്പം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആ ഒരു വെള്ളം തന്നെ മതി. പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ടൈറ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്നൊരു ഭാഗം കീറിപ്പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ കീറാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ടൈറ്റായിട്ട് അതിലേക്ക് പിന്നെ കാറ്റോ ഒന്നും കയറാത്ത രീതിയിൽ ഒന്ന് ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ മുന്നേ ഒരു ബൊഗൻവില്ല ചെടീൻ്റെ കമ്പ് ചെയ്തത് റിസൾട്ട് കാണിക്കാം. കണ്ടോ, ഇതുപോലെ ഞാനിതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതുപോലെ ഇതൊരു 10 കമ്പുണ്ട് ഞാനിങ്ങനെ കുത്തി വെച്ചിട്ട്. അപ്പം ഇതുപോലെ തളിർപ്പ് ഇലകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അടിയിൽ വേര് വരുന്നുണ്ടാവുള്ളൂ. കാരണം ഒരു 90 ദിവസം വേണം നമുക്കിത് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി നടാൻ. അത്യാവശ്യം നല്ല വലിയ ചട്ടിയിലേക്ക് മാറ്റി നടാൻ കുറച്ചും കൂടി നല്ലതുപോലെ വേര് വരണം. ഇപ്പം വേര് വന്നിട്ടുണ്ടാവും, പക്ഷെ അത്ര ഉണ്ടാവില്ല. ഈ ഒരു ചട്ടിയിലത്തെ കണ്ടോ, ഇതിൽ വേരും വന്നിട്ടില്ല കേട്ടോ. ഇതിൽ തളിർപ്പ് മാത്രം വന്നിട്ടുള്ളൂ. വേര് പിടിക്കണമെങ്കിൽ നന്നായിട്ട് ദിവസങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ഒന്ന്
നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, എന്നാണ് ഈ ഒരു കമ്പ് കുത്തി വെച്ചതെന്ന്. എന്നിട്ട് അതിനനുസരിച്ച് വേണം ഇത് മാറ്റി നടാൻ. ചിലതിൽ നന്നായിട്ടാണ് തളിർപ്പില, ഇതുപോലെ തിങ്ങി നിറഞ്ഞു നിൽക്കും. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടിവശത്ത് വേര് പിടിച്ചിട്ടുണ്ടാവില്ല. വേര് പിടിച്ചതിന് ശേഷം മാത്രം ഇത് മറ്റു ചട്ടിയിലേക്ക് മാറ്റി നടാം. എടുത്തെടുത്ത് പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ടൈറ്റാക്കി വെക്കുന്നുണ്ട്. വേരും കൂടി ഇച്ചിരി ഒന്ന് വന്നിട്ട് ഞാനിത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി കമ്പുകളൊക്കെ കിട്ടുന്ന സമയത്ത് കറിവേപ്പും ഇതുപോലെ കുത്തി വേര് വരുത്തിയാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ നട്ട് വളർത്താൻ ട്രൈ ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.